വാക്യം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വായിക്കാം. എസെക്കിയേൽ 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിയിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനമാണ് കർത്താവേ സ്തോത്രം. അങ്ങയുടെ വചനം കർത്താവേ സ്തോത്രം എന്നേക്കും നിലനിൽക്കുന്നതാകിയാൽ സ്തോത്രം. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോവും, എന്നാലും അങ്ങയുടെ വചനത്തിൽ ഒരു വലിയ മാറ്റപ്പെടാതെ നിത്യവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. സംസാരിപ്പാനിടയെ ബലപ്പെടുത്തണം. കേൾക്കുന്ന എല്ലാവർക്കും അതിനെങ്കിലും വിടുതലുമായി തരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗസ്വപിതാ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനൊരു മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ദേശത്തിന് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തിന് വേണ്ടി ഇടവിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ അണയ്ക്കുവാൻ സ്തോത്രം. നമ്മൾ ഓരോരുത്തരുടെ വിഷയം നമ്മുടെ ചർച്ചയിൽ കേൾക്കുമ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശം ഹല്ലേലൂയ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദേശത്ത് നടക്കുന്ന അതിക്രമങ്ങളും ഹല്ലേലൂയ അക്രമങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഹല്ലേലൂയ സ്തോത്രം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സ്തോത്രം. എസെക്കിയേൽ പറയുകയാണ്, ഞാൻ ദേശത്തെ ദൈവം ഹല്ലേലൂയ സ്തോത്രം എസെക്കിയേൽ കൂടെ പറയുകയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനൊരു മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. സ്തോത്രം. ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ ഹല്ലേലൂയ, മനുഷ്യരെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നോക്കുകയാണ് സ്തോത്രം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട് സ്തോത്രം. ദേശത്തിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ ഹല്ലേലൂയ കണ്ട് ദൈവം ഹല്ലേലൂയ മനംപടുത്തിരിക്കുമ്പോൾ ആരെങ്കിലും ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറയാണ്, ആരെയും ഞാൻ കാണുന്നില്ല സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ഇന്ന് പകൽ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവിന്റെ വചനം. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളായിരിക്കുന്ന ഒമാനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇടവിൽ നിൽക്കുവാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ തന്റെ ദാസന്മാരെ, തന്റെ ദാസിമാരെ ആരുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ കാലത്ത് ദൈവത്തിന് ഒരു മനുഷ്യനെ പോലും കാണുവാനായിട്ടിടയായില്ല. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 7:4-7 നമ്മൾ വായിക്കുന്നു സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയ ദൈവമക്കളെ, പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. അവനോട് നമ്മൾ എതിർക്കാതെ ഹല്ലേലൂയ അവനെ നമ്മൾ സ്തോത്രം അവനിഷ്ടമുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ അറുപ്പാനും മുടിപ്പാനുമാണ് അവൻ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ഹല്ലേലൂയ പിശാചിനോട് ഹല്ലേലൂയ സ്തോത്രം അടുക്കുവാനായിട്ട് ഇടയാകരുത്. അവനെ നമ്മൾ എതിർത്ത് നിൽപ്പാനായിട്ടിടയാകണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ സ്തോത്രം 2:11 നമ്മൾ വായിക്കുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ സ്തോത്രം. പിശാച് നമ്മെ ആരെയും തോൽപ്പിക്കുവാനായിട്ട് ഇടയാകരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്കറിയാമല്ലോ സ്തോത്രം. പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് സ്തോത്രം നമ്മളെ ഹല്ലേലൂയ നമ്മൾ നല്ല രീതിയിൽ താമസിക്കുന്നത്, നല്ല സ്തോത്രം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുന്നൊന്നും പിശാചിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ സ്തോത്രം. അവൻ അറുപ്പാനും മുടിപ്പാനും ഹല്ലേലൂയ നടക്കുമ്പോൾ നമ്മുടെ സന്തോഷം അവന് കാണുമ്പോൾ അവനൊരിക്കലും ദഹിക്കുകയില്ല. ഹല്ലേലൂയ. എങ്ങനെങ്കിലും നമ്മുടെ സന്തോഷത്തെ എടുത്തു മാറ്റണമെന്ന് പിശാച് പദ്ധതികളിടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അവന്റെ പദ്ധതികളെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. സ്തോത്രം.
നമ്മൾ അതിനുള്ള ഇടം കൊടുക്കാനായിട്ടിടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇയ്യോബിനെ പറ്റി പഠിക്കുമ്പോൾ ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, ഇയ്യോബ് ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇയ്യോബിനെ തകർക്കുവാൻ പിശാച് അവിടെല്ലാം ചുറ്റി നടന്നപ്പോൾ യാതൊരു കാരണവശാലും ഇയ്യോബ് ഹല്ലേലൂയ ഒരു ഇടം കൊടുക്കുന്നില്ല. സ്തോത്രം. അപ്പോഴാണ് പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നത്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, പിശാച് പറയുകയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? സ്തോത്രം. കർത്താവ് നമുക്ക് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, നമ്മുടെ ഭവനത്തിന് ചുറ്റും കർത്താവ് വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി നമുക്കാർക്കും കാണാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം അത് ആ കല്ലും മണ്ണും ഹല്ലേലൂയ സിമന്റും കൊണ്ടൊന്നും കെട്ടിയിരിക്കുന്ന മതിലോ വേലിയോ മുള്ളുകമ്പിയോ ഒന്നും അല്ല. കർത്താവ് നമുക്ക് ചുറ്റും ഹല്ലേലൂയ തന്റെ ദൂതന്മാർ ഹല്ലേലൂയ അഗ്നിമയ രഥങ്ങളോടുകൂടെ തീമതിലായി നമുക്ക് കാവൽ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്കതൊരിക്കലും കാണത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ കർത്താവിന് ഹിതമില്ലാത്ത സംസാരങ്ങളും നമ്മുടെ ഹിതമില്ലാത്ത നമ്മുടെ കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വേലി പിശാച് പൊളിക്കുവാനായിട്ടിടയാകും. പിശാച് നമ്മുടെ അതിർത്തിയിൽ കടന്നു വന്ന് നമ്മെ ഹല്ലേലൂയ ആക്രമിക്കാനായിട്ടിടയാകും. സ്തോത്രം. നമുക്കറിയാം, ഒരുപാട് പേര് അനേക ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അനേകരെ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തെ രോഗങ്ങൾ കൊണ്ടിട്ട് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മദ്യപാനത്തിനും വെറിക്കൂത്തിനും ഒക്കെ അടിമയാക്കി അവരെ പിശാച് ഓരോ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുന്ന നമ്മൾ അവനെ എതിർത്ത് നിൽക്കുന്നവരായി തീരുവാനായിട്ടിടയാകണം. ഹല്ലേലൂയ. സ്തോത്രം. എസെക്കിയേലിന്റെ പുസ്തകം 22:30 നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, യുദ്ധം ചെയ്യുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ നമ്മുടെ ദൈവം ആളുകളെ അന്വേഷിക്കുന്നു. സ്തോത്രം. ഈ ദുരവസ്ഥയിൽ നിന്ന് ദേശത്തെ വിടുവിപ്പാൻ നമ്മുടെ ചുറ്റുപാടും നമുക്കറിയാം. സ്തോത്രം. അപ്പൻ ഹല്ലേലൂയ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ചെറുപ്പക്കാരും 3-4 പേരും ചേർന്ന് മറ്റുള്ളവരെ വെട്ടി നുറുക്കി കൊല്ലുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പാപം ദേശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നിൽപ്പാൻ, യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ, നമ്മൾ മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഹല്ലേലൂയ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, ഹല്ലേലൂയ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി. നമുക്കറിയാം, ഹല്ലേലൂയ TV ഓണാക്കി കഴിഞ്ഞാല് സ്തോത്രം 10, 18, 20 വയസ്സുള്ള പിള്ളേരൊക്കെ ഹല്ലേലൂയ കഞ്ചാവും ഹല്ലേലൂയ മറ്റ് സ്തോത്രം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ സ്തോത്രം കച്ചവടം ചെയ്യുവാനൊക്കെ പോയി പിടിച്ച് സ്തോത്രം പോലീസ് നിർത്തിയിരിക്കുന്ന കാണുമ്പോൾ ചെറുപ്പക്കാര്, കൊച്ചു പിള്ളേരെ ഹല്ലേലൂയ 10, 22 വയസ്സുള്ള പിള്ളേരെ ഹല്ലേലൂയ അവര് നശിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഹല്ലേലൂയ ഒരു സ്തോത്രം ഒരു 22 വയസ്സുള്ള ഒരു പെണ്ണ് സ്തോത്രം അവള് സ്തോത്രം ഏതോ ഹല്ലേലൂയ സ്തോത്രം മദ്യം ഹല്ലേലൂയ ചെന്നിട്ട് അവള് ഹല്ലേലൂയ സ്തോത്രം അവളെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുമ്പോൾ അവളെ ഹല്ലേലൂയ കാലെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അവൾ കാലെടുത്ത് പോലീസുകാരെ ചവിട്ടുന്നതായിട്ടുള്ള ഒരു രംഗം കാണുവാനായിട്ടിടയായി. സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം ഏതോ ഒരു അപ്പന്റെയും അമ്മയുടെയും മകളാണ്. ഹല്ലേലൂയ. നല്ലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി. ഹല്ലേലൂയ. അവൾ ഹല്ലേലൂയ സ്തോത്രം അവളെ പിശാച് അറപ്പാനും മുടിപ്പാനുമായി അവളെ തകർത്ത് കളയുവാനായിട്ട് ഇടയായി. നമ്മൾ ഹല്ലേലൂയ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല നമുക്ക് പരിചയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ഇടവിൽ നിൽക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വേണ്ടി നമ്മൾ ഇടവിൽ നിൽക്കണം. ആത്മാക്കൾ ഹല്ലേലൂയ കടന്നു വരുന്നതിന് വേണ്ടി നമ്മൾ ഇടവിൽ നിൽക്കേണ്ടതായിട്ട് ആവശ്യമാണ്. എസെക്കിയേൽ 22:7 നമ്മൾ വായിക്കുന്നു, സ്തോത്രം, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, മാതാപിതാക്കളെ പുച്ഛിക്കുന്നവർ, മാതാപിതാക്കളെ തള്ളിക്കളയുന്നവർ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരുപാട് സ്തോത്രം ഹല്ലേലൂയ വൃദ്ധസാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ ആരാണ് കൂടുതൽ കിടക്കുന്നത്? അവിടെ ഹല്ലേലൂയ ക്രിസ്ത്യാനികളായിട്ടുള്ള ഹല്ലേലൂയ മാതാപിതാക്കളാണ് കൂടുതൽ. ഹല്ലേലൂയ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ അതിൽ കുറവ് മാത്രമേ ഉള്ളൂ മറ്റു മതക്കാര്. ഹല്ലേലൂയ
എന്നാൽ മാതാപിതാക്കളെ ഹാലലിയ പുച്ഛിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ഹാലലിയ അനുസരണമില്ല, അവർ ഹാലലിയ സ്തോത്രം മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അവരതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഹാലലിയ സ്തോത്രം മാതാപിതാക്കളെ തള്ളിക്കളയുന്നവർ, ഹാലലിയ അവർ പ്രായമാകുമ്പോൾ വൃദ്ധസ്ഥാപനങ്ങളിലും മറ്റും കൊണ്ട് തള്ളിക്കളയുന്നവർ, ഹാലലിയ പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ളത് ഹാലലിയ ഈ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ഹാലലിയ നമ്മൾ ഹാലലിയ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹാലലിയ സ്തോത്രം പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഹാലലിയ എഴുതുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഹാലലിയ മനുഷ്യർ സ്വസ്നേഹികളും വൻപ് പറയുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവരുമാകും. സ്തോത്രം. ഇപ്പോൾ അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ഹാലലിയ ദുർഘട സമയങ്ങൾ ഇവിടെ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മനുഷ്യർ സ്വസ്നേഹികളാണ്, മനുഷ്യർക്ക് സ്വന്തമായുള്ള സ്നേഹമാണ്. നമുക്ക് അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കത്തില്ല. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, മറ്റുള്ളവർ രോഗികളാകുമ്പോൾ ആ രോഗം ഹാലലിയ അവരെ ഭാരപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, നമുക്ക് എങ്ങനെയെങ്കിലും സുഖമായി ജീവിക്കണം, നമുക്ക് ഹാലലിയ വലിയ വീട് വെക്കണം, നമുക്ക് വലിയ കാറ് മേടിക്കണം. അങ്ങനെ ഹാലലിയ നമ്മൾ സ്വസ്നേഹികളായിട്ട് ഇന്നുള്ള മനുഷ്യരായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യർ സ്വസ്നേഹികളാകും, വൻപ് പറയുന്നവരായി തീരുവാനായിട്ടിടയാകും. സ്തോത്രം. അവർക്കുള്ള അവസ്ഥകളല്ല അവർ പറയുന്നത്, അവർ വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. സ്തോത്രം. അവർ ഹാലലിയ വൻപ് പറയുന്നവരായി തീരും. സ്തോത്രം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരായി തീരും. സ്തോത്രം. ഇങ്ങനെയുള്ള ഹാലലിയ ദുരവസ്ഥകൾ ഹാലലിയ പ്രിയ ദൈവമക്കളെ നമ്മുടെ നാട്ടിൽ ഹാലലിയ വർദ്ധിച്ചു വരികയാണ്. ഹാലലിയ ഈ വർദ്ധിച്ചു വരുന്ന ദുരവസ്ഥയ്ക്കെതിരായി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മളത് കണ്ടിട്ട് കണ്ടില്ല എന്ന് സ്തോത്രം വിട്ട് മാറിപ്പോകുന്നവരായി തീരുവാനായിട്ട് ഇടയാകരുത്. സ്തോത്രം. ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ചെവിയിൽ കേൾക്കുമ്പോൾ ഹാലലിയ സ്തോത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹാലലിയ ചെറുപ്പക്കാരായ അനേകർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകം ദൈവമില്ലാത്തവരായി പോകുമ്പോൾ ഹാലലിയ സ്തോത്രം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കടമ നമുക്കുള്ളതാണ്. സ്തോത്രം. പ്രവർത്തിക്കേണ്ട ദൈവമാണ്. ഹാലലിയ പ്രാർത്ഥിക്കണമെന്നുള്ള കടമ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹാലലിയ സ്തോത്രം. എസ്കേൽ 22:29 സ്തോത്രം പ്രവാചകൻ പറയുകയാണ്. സ്തോത്രം. പരദേശികളെയും അനാഥരെയും ദരിദ്രരെയും എളിയവനെയും പീഡിപ്പിക്കുന്നവർ ഹാലലിയ സ്തോത്രം. പരദേശികളായി ഹാലലിയ നമ്മുടെ ഇടയിൽ പാർക്കുന്നവരെ, അനാഥരായിട്ടുള്ളവരെ ആരുമില്ല. ഹാലലിയ നമ്മൾ സ്തോത്രം. അവനെ എന്തെങ്കിലും ചെയ്താൽ അവന് ഭാരം ചോദിക്കാൻ മറ്റാരുമില്ല എന്ന് കണ്ടിട്ട് അവരുടെ മേൽ കുതിര കയറുന്ന ആൾക്കാരുണ്ട്. ഹാലലിയ സ്തോത്രം. ഇങ്ങനെയുള്ള ഹാലലിയ ദുരാവസ്ഥകൾ ഹാലലിയ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കതിനെതിരായി ഹാലലിയ സ്തോത്രം ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽപ്പാൻ ദൈവം നമ്മെ സ്തോത്രമാക്കുവാനും ചെയ്യുകയാണ്. സ്തോത്രം. ഇടുവിൽ നിൽക്കുവാൻ ദൈവത്തിന് ഹാലലിയ സ്തോത്രം. വിശുദ്ധന്മാരെ ഹാലലിയ സ്തോത്രം ആവശ്യമുണ്ട്, മനുഷ്യരെ ആവശ്യമുണ്ട്, സഹോദരന്മാരെ ആവശ്യമുണ്ട്, സഹോദരിമാരെ ആവശ്യമുണ്ട്. ഹാലലിയ സ്തോത്രം. പ്രിയ ദൈവങ്ങളെ സ്തോത്രം. 22:8 നമ്മൾ വായിക്കുന്നു, എന്റെ ഹാലലിയ വിശുദ്ധ വസ്തുക്കളെ അലക്ഷ്യമാക്കുന്നവർ, ധിക്കരിക്കുന്നവർ, ഹാലലിയ ദൈവത്തിന്റെ സ്തോത്രം ഹാലലിയ വിശുദ്ധ വസ്തുക്കളെ, വിശുദ്ധിയെ അലക്ഷ്യമാക്കുന്നവർ, ദൈവത്തിന്റെ ഹാലലിയ സ്തോത്രം ദൈവകാര്യങ്ങളെ ധിക്കരിക്കുന്നവർ ഹാലലിയ സ്തോത്രം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം 22 വായിച്ചാട്ട്. ദാനിയേൽ 5:22. തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗ്ഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണുവാനും കേൾപ്പാനും അറിയുവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബെൽസസർ എന്താണ് ചെയ്തത്? സ്തോത്രം. ബെൽസസർ ഹാലലിയ തന്നെത്താൻ ഹാലലിയ സ്തോത്രം തന്നെക്കാൾ മറ്റാരുമില്ലെന്ന് ഹാലലിയ സ്തോത്രം പ്രഖ്യാപിച്ചുകൊണ്ട്
താനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് ഹാലൽ ദൈവത്തിന്റെ സ്തോത്രം ആലയത്തിലെ ഹാലൽ വിശുദ്ധ സ്തോത്രം വസ്തുക്കളെ കൊണ്ടുവന്ന് അതിനകത്ത് വീഞ്ഞും അതിനകത്ത് ഹാലലിയ മദ്യങ്ങൾ ഒഴിച്ച് കുടിപ്പാനായിട്ടിടയായി സ്തോത്രം വിശുദ്ധ ഹാലലിയ സ്തോത്രം നമ്മുടെ ഹാലലിയ ആലയത്തിൽ ഉപയോഗിക്കുന്ന ഹാലലിയ വിശുദ്ധ വസ്തുക്കളെ എല്ലാം ബെൽഷസ്സർ കൊള്ളയടിച്ചു കൊണ്ടുവന്ന് അവന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വലിയ പാർട്ടി നടത്തുകയാണ്. വലിയ അനേകർ കൂടി വന്ന ഹാലലിയ ബെൽഷസ്സറിനെ പുകഴ്ത്തിക്കൊണ്ട് ഹാലലിയ ഒരു വലിയ പാർട്ടി അവിടെ നടക്കുകയാണ് സ്തോത്രം. ആ പാർട്ടി നടക്കുമ്പോൾ ബെൽഷസ്സർ എന്താണ് ചെയ്തത്? ഹാലലിയ യെരൂശലേമിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന ഹാലലിയ സ്തോത്രം ആ സ്തോത്രം ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ വസ്തുക്കളെ ഹാലലിയ തന്റെ ഹാലലിയ മദ്യത്തിനും മറ്റും ഹാലലിയ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ബെൽഷസ്സർ ഹാലലിയ ചെയ്യുവാനായിട്ടിടയായി. ദൈവം ഹാലലിയ കോപിച്ചു. ദൈവം കോപിച്ചുകൊണ്ട് ഹാലലിയ അവിടെ ഇങ്ങനെ വലിയ പാർട്ടി നടക്കുമ്പോൾ അവിടെ ചുവരിൽ ഹാലലിയ ഒരു എഴുത്ത് ഹാലലിയുടെ പ്രത്യക്ഷപ്പെടുവാനായിട്ടിടയായി സ്തോത്രം. എന്താണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്? വായിച്ചാട്ടെ സ്തോത്രം. എന്നൊരു കയ്യെഴുത്ത് ഹാലലിയ ഈ രാജാവ് ഹാലലിയ സ്തോത്രം കുടിച്ച് അട്ടഹസിച്ചിരിക്കുമ്പോൾ ഒരു കയ്യെഴുത്ത് ഹാലലിയ അവിടെ പ്രത്യക്ഷപ്പെടുവാനായിട്ടിടയായി സ്തോത്രം. അങ്ങനെ ഹാലലിയ കയ്യെഴുത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതാർക്കും വായിക്കുവാൻ ഹാലലിയ സാധിച്ചില്ല. എന്നാൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? രാത്രിയിൽ കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെടുവാനായിട്ടിടയായി സ്തോത്രം. അന്ന് രാത്രിയിൽ തന്നെ ഹാലലിയ സ്തോത്രം ആ വലിയ പാർട്ടി നടക്കുമ്പോൾ തന്നെ ഹാലലിയ രാജാവ് അവിടെ വെച്ച് മരിക്കുവാനായിട്ടിടയായി സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം, വിശുദ്ധ വസ്തുക്കളെ ദൈവത്തിന് എതിരായി നമ്മൾ സംസാരിക്കരുത്, ദൈവത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കരുത്. ദൈവത്തിന് നമ്മൾ ഹാലിന് മുൻഗണന കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഹാലലിയ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അങ്ങനെ ജീവിക്കണം, നമ്മൾ അങ്ങനെ പ്രവർത്തിക്കണം. ഹാലലിയ. എന്നാൽ ബെൽഷസ്സർ ഹാലലിയ അത് ചെയ്യാതെ ഹാലലിയ വിശുദ്ധ വസ്തുക്കളെ അലക്ഷ്യമാക്കുവാനും വിശുദ്ധ വസ്തുക്കളെ ഹാലലിയ സ്തോത്രം ധിക്കരിക്കുവാനും ചെയ്തപ്പോൾ ഹാലലിയ അവിടെ കയ്യെഴുത്ത് വരുവാനായിട്ടിടയായി. ആ കയ്യെഴുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഹാലലിയ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ തന്നെ ഹാലലിയ രാജാവ് തന്നെ അവിടെ തന്നെ ഹാലലിയ മരിച്ചു വീഴുവാനായിട്ടിടയായി. അപ്പോസ്തലപ്രവൃത്തി 12:21 വായിച്ചാണ് സ്തോത്രം. ഹെരോദ രാജാവിന്റെ ഹാലലിയ കാലത്തുണ്ടായതെന്താണ് സ്തോത്രം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ ദിവസം ഹെരോദ രാജാവ് വസ്ത്രമൊക്കെ ധരിച്ച് അവന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുകയാണ്. സ്തോത്രം. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഹല്ലേലൂയ തനിക്ക് തന്നെ മഹത്വം കൊടുത്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഹെരോദ രാജാവ് വസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിരിക്കുന്നവരോട് പ്രസംഗിച്ചു. സ്തോത്രം. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനമെല്ലാം ആർക്കുകയാണ്. എന്താണ് ആർത്തത്? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർക്കുവാൻ ഇടയായി. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ജനമെല്ലാം രാജാവിന് മഹത്വം കൊടുത്തപ്പോൾ ഹല്ലേലൂയ എന്താണ് അവിടെ സംഭവിച്ചത്? സ്തോത്രം. കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. സ്തോത്രം. അവൻ കൃമിക്കിരയായി. സ്തോത്രം. ഹെരോദ രാജാവ് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തനിക്ക് തന്നെ മഹത്വം കിട്ടുവാൻ ജനത്തോട് ഹല്ലേലൂയ സ്തോത്രം ജനം ഹല്ലേലൂയ അങ്ങനെ ചെയ്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ കടന്നു വന്ന് ഹെരോദ രാജാവിനെ അടിക്കുവാനും അവൻ ഹല്ലേലൂയ കൃമിക്കിരയായി എന്ന് പറയുമ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം മരിച്ചു വീഴുവാനായിട്ടിടയായി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയുള്ള ദുരാവസ്ഥകൾ അതിനെതിരായി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനല്ലാതെ മറ്റാർക്കും ഹല്ലേലൂയ മുൻഗണന കൊടുക്കുവാനായിട്ടിടയാകരുത്. നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ഹല്ലേലൂയ ഭാര്യയോ നമ്മുടെ മക്കളെയോ എല്ലാത്തിനേക്കാളും അധികമായി നമ്മൾ ഹല്ലേലൂയ കർത്താവിന് മഹത്വം കൊടുക്കണം.
ഇതിനെല്ലാം അധികമായി കർത്താവ് ഒന്നാമത് കർത്താവിന് സ്ഥാനം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കർത്താവല്ലാതെ നമുക്ക് മറ്റാരുമില്ലെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നു, സഭാരാധനകൾ ഉപേക്ഷയായി വിചാരിക്കുന്നവർ, ആത്മീയ കാര്യങ്ങൾ പുറകോട്ട് പോകുന്നവർ. സ്തോത്രം. നമ്മുടെ സഭാരാധന നമ്മൾ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കുന്നത്. സ്തോത്രം. 1-2 മണിക്കൂർ ഓവർ ടൈമിന് വേണ്ടി, അല്ലെങ്കിൽ 10 മണിക്കൂർ ഓവർ ടൈമിന് വേണ്ടി നമ്മൾ സഭാരാധന മുടക്കി അതിന് പോകാനായിട്ട് ഇടയാകരുത്. ഹല്ലേലൂയ. സഭാരാധനയുടെ സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോകുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെ പോയാൽ അത് ശാപമായി തീരുവാനായിട്ട് ഇടയാകും. സ്തോത്രം. ആത്മീയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ആത്മീയ കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്നവരായിരിക്കണം. ഒരു കാര്യം, സ്തോത്രം, ഏഷണി പറയുന്നവർ, നുണ പറയുന്നവർ, കൂട്ടിപ്പിടിപ്പിക്കുന്നവർ, സ്തോത്രം, നമ്മൾ ഏഷണി പറയുന്നവരായി തീരുവാനായിട്ട് ഇടയാകരുത്. നമ്മൾ നുണ പറയുന്നവരായി തീരുവാനായിട്ട് ഇടയാകരുത്. നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് ഇടയാകരുത്. വചനത്തിന് വിരോധമായി നമ്മൾ ഹല്ലേലൂയ ഒന്നും പ്രവർത്തിപ്പാനായിട്ട് ഇടയാകരുത്. നമുക്ക് ആർക്കെങ്കിലും മറ്റുള്ളവരോട് ഹല്ലേലൂയ എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ്, സഹോദരാ, എനിക്ക് ഇങ്ങനെ ഒരു വിഷമം നിങ്ങളെ പറ്റിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവരുമായിട്ട് ഒത്ത് ഹല്ലേലൂയ സ്തോത്രം ആ വിഷമം മാറ്റി നമ്മൾ ഒന്നായി തീരുവാനായിട്ട് ഇടയാകണം. അത് മൂന്നാമതൊരാളോട് പറഞ്ഞ്, നാലാമതൊരാളോട് പറഞ്ഞ് ഹല്ലേലൂയ വിഷയം പോകുമ്പോൾ ആ വിഷയം വലുതായി വരുവാനായിട്ട് ഇടയാകും. മറ്റു കേൾക്കുന്ന ആളുകൾ മസാല തേച്ച് വേറെ മറ്റൊരോട് പറയും. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചെന്ന് വരെ ആയി തീരുവാനായിട്ട് ഇടയാകും. അങ്ങനെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഏഷണി പറയുവാനോ നുണ പറയുവാനോ ഹല്ലേലൂയ ചെയ്യുവാനായിട്ട് ഇടയാകരുത്. വചനത്തിന് വിരോധമായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംസാരിപ്പാനോ ഒന്നും കാണുവാനോ ഒന്നും കേൾക്കുവാനോ ഒന്നും പ്രവർത്തിപ്പാനോ നമ്മളിടയാകരുത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്തോത്രം സ്തോത്രം ഉൽപ്പത്തി 18 ഹല്ലേലൂയ 1 നമ്മൾ വായിക്കുമ്പോൾ വായിച്ചാട്ട് സ്തോത്രം. അവന് മമ്രയുടെ തോട്ടിൽ വെച്ച് പ്രത്യക്ഷനായി. വേലുവശപ്പോളം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ അബ്രഹാമിന്റെ അടുക്കൽ വന്നപ്പോൾ അബ്രഹാം അവന്റെ കൂടാരത്തിന്റെ അവന്റെ വീടിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. സ്തോത്രം. അബ്രഹാം വീടിന്റെ വാതിൽക്കൽ ഇരുന്ന ഹല്ലേലൂയ തന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ദൈവത്തിന് ആരാധന കഴിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത അബ്രഹാം ആ ഹല്ലേലൂയ സ്തോത്രം ദൈവ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 19-1 വായിക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. ലോത്തിനെ പറ്റി അബ്രഹാമിന്റെ പിതാവിന്റെ സഹോദരപുത്രനായ ലോത്തിനെ പറ്റി നമ്മൾ വായിക്കും. 19-1 വായിച്ചാട്ട്. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അബ്രഹാമിന്റെ അടുത്ത് വന്ന ദൂതന്മാർ വീണ്ടും ലോത്തിന്റെ അടുക്ക് ചെന്നപ്പോൾ ലോത്ത് എവിടെ ഇരിക്കുന്നത്? പട്ടണവാതിക്കലിരിക്കുകയാണ്. സൊദോം ഗോമോറ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പട്ടണം ഹല്ലേലൂയ സ്തോത്രം അതിമ്ലേച്ഛമായ ഹല്ലേലൂയ അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു പട്ടണമാണ്. അവിടെ ഹല്ലേലൂയ സ്തോത്രം ആണുങ്ങളോട് ഹല്ലേലൂയ വികാരം തോന്നുന്ന ആ സ്തോത്രം ഒരു പട്ടണമാണ്. അങ്ങനെയുള്ള ദുഷിച്ച സംഗതികളെല്ലാം ആ പട്ടണത്തിൽ നടക്കുമ്പോൾ ലോത്ത് ഹല്ലേലൂയ പട്ടണത്തിന്റെ വാതിൽക്കൽ പോയിരിക്കുകയാണ്. സ്തോത്രം. അവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം തന്റെ കൂടാരത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ആ സ്തോത്രം സൊദോം ഗൊമോറയുടെ പട്ടണത്തിന്റെ വാതിൽക്കൽ ഹല്ലേലൂയ ലോത്ത് ഇരുന്ന് ഹല്ലേലൂയ പട്ടണത്തിന്റെ ഹല്ലേലൂയ ദുഷിച്ച കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതന്മാർ അവിടെ ചെന്നത്. അങ്ങനെ ചെന്ന് ഹല്ലേലൂയ സ്തോത്രം ചെന്ന് ആ ദൂതന്മാർ ഹല്ലേലൂയ സ്തോത്രം പട്ടണത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള ദൂത ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ സ്തോത്രം ലോത്തിനോട് അറിയിച്ചത് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോട് ഹല്ലേലൂയ ആ സ്തോത്രം വിവരം ഹല്ലേലൂയ ഈ ദൂതന്മാർ ഹല്ലേലൂയ കടന്നു വന്ന് പറയുവാനായിട്ടിടയായി. സ്തോത്രം. ഉൽപ്പത്തി 18 വായിച്ചാട്ട്. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും
അവരുടെ പാപം അതികഠിനവുമാകുന്നു. Praise the Lord. സോമോറുടെയും ഹല്ലേലൂയ നിലവിളി വലിയത്, അവരുടെ പാപം ഹല്ലേലൂയ അതികഠിനമെന്ന്. അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ? അപ്പം അവരുടെ നിലവിളി ഹല്ലേലൂയ, അവരുടെ പാപത്തിന്റെ നിലവിളി സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ് ദൈവത്തിന്റെ കാതുകളിൽ. പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അബ്രഹാം അടുത്തു എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീ നീതിമാനെയും സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകാതെ വേണം. ദുഷ്ടനോടുകൂടെ അവിടെ ഹല്ലേലൂയ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനോട് ദൂതന്മാർ പറഞ്ഞു, സ്തോത്രം, ഞാൻ ഗോമോറയും ഹല്ലേലൂയ സ്തോത്രം ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാം പറയുകയാണ്, സ്തോത്രം, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പൊ ദൈവം പറയുകയാണ്, സ്തോത്രം, 50 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. അപ്പം ഹല്ലേലൂയ അബ്രഹാമിന് അറിയാം അവിടെ ഹല്ലേലൂയ 50 പേരൊന്നും ഇല്ലെന്ന്. അബ്രഹാം വീണ്ടും ചോദിക്കുകയാണ്, 45 പേരുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കുമോ? അത്തരം ഹല്ലേലൂയ ദൈവം പറയുകയാണ്, 45 നീതിമാന്മാർ സൊദോം ഗൊമോറയിൽ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്, 40 പേരുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പോൾ ഹല്ലേലൂയ അവിടെ 40 പേരും ആ പട്ടണത്തിൽ ഹല്ലേലൂയ നീതിമാന്മാരായിട്ടില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, 30 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പോൾ ദൈവം പറഞ്ഞു, 30 പേര് ഹല്ലേലൂയ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ, ആ ദേശത്തുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. വീണ്ടും അബ്രഹാം ചോദിക്കുകയാണ്, 20 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അപ്പോഴും ദൈവം പറയുകയാണ്, 20 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. വീണ്ടും ഹല്ലേലൂയ സ്തോത്രം അബ്രഹാം പറയുകയാണ്, ദൈവമേ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പോൾ ദൈവം ചോദിക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും അബ്രഹാം ചോദിക്കുകയാണ്, 10 പേർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, 10 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഹല്ലേലൂയ സ്തോത്രം ലോത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം കുടുംബവും മാത്രമേ ഉള്ളായിരുന്നു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അവിടെ ഹല്ലേലൂയ സ്തോത്രം ദൂതൻ വന്ന് ഹല്ലേലൂയ ലോത്തിനെയും ലോത്തിന്റെ ഭാര്യയും മക്കളെയും കൊണ്ട് ഹല്ലേലൂയ മലയുടെ മുകളിലേക്ക് ഓടുകയാണ്. ദൂരെ ഓടിയപ്പോൾ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. കാരണം ലോത്തിന്റെ വീട്ടിൽ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് ഓടുമ്പോൾ ഹല്ലേലൂയ ലോത്തിന്റെ മക്കളും തിരിഞ്ഞു നോക്കിയില്ല. ദൂതൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആ സ്ത്രീ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ തന്റെ ഇത്രയും വലിയ സമ്പത്ത് ഇട്ടിട്ട് പോകുന്നു, ആ സമ്പത്ത് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉപ്പ് തൂണായി പോകാനായിട്ടിടയായി. കാരണം ഹല്ലേലൂയ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഓടണമെന്നാണ് ദൈവത്തിന്റെ കൽപ്പന. അപ്പോൾ ഹല്ലേലൂയ അവര് അപ്പനും മക്കളും തിരിഞ്ഞു നോക്കാതെ ഓടി. എന്നാൽ ഹല്ലേലൂയ ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ ഉപ്പ് തൂണായി തീരുവാനായിട്ടിടയായി. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്താണ് പ്രിയ ദൈവമക്കളെ ഇവിടെ കാണുന്നത്? ആ സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി അബ്രഹാം ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവേ, 50 പേരുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കല്ലേ, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ അബ്രഹാം ആ പട്ടണത്തിന് വേണ്ടി ഹല്ലേലൂയ ആ സ്തോത്രം ഇടിവിൽ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മള് ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും നീ കേൾക്കാതിരിക്കും. സാഹസങ്ങൾ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും. രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുക്കുന്നതും വെറുതെ നോക്കുന്നതും എന്തിനെ? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്.
കലഹം നടക്കുന്നു, ഷണ്ട ഉളവായിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ആ ദേശത്ത് ഹല്ലേലൂയ വലിയ കലഹം നടക്കുകയാണ്. വലിയ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ബഹളം നടക്കുകയാണ്, ഷണ്ടകൾ നടക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഹല്ലേലൂയ ഹബക്കൂക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അയ്യം വിളിച്ച് ഹല്ലേലൂയ അയ്യം വിളിക്കാന്ന് പറഞ്ഞാൽ ഉറക്കെ ഹല്ലേലൂയ മനസ്സിന്റെ പ്രയാസം കയറിയിട്ട് താങ്ങാൻ വയ്യാതെ ഹല്ലേലൂയ സ്തോത്രം ആ ഹബക്കൂക്ക് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹബക്കൂക്ക് നിലവിളിച്ച് കരയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അവിടെ നടക്കുന്നത്? ആ ദേശത്ത് സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും. വലിയ സാഹസം അവിടെ നടക്കുന്നു. ഹല്ലേലൂയ. അവൾ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ജനം ഹല്ലേലൂയ വഷളത്വം പ്രവർത്തിക്കുന്നു. സ്തോത്രം. അവര് സാഹസം പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ സ്തോത്രം അവിടെ ഹല്ലേലൂയ കവർച്ചയും ഹല്ലേലൂയ സാഹസവും പീഡനവും നടക്കുന്നു. സ്തോത്രം. കലഹം നടക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുകയാണ്. സ്തോത്രം. ആ ദേശത്തിന് വേണ്ടി. പ്രിയ ദൈവമക്കളെ, സ്തോത്രത്തിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. 3:18 നമ്മൾ വായിക്കുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ആ സ്തോത്രം. അയ്യം വിളിച്ച് പ്രാർത്ഥിച്ച, അയ്യം വിളിച്ച് കരഞ്ഞ ഹബക്കൂക്കിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. ആ ദേശത്തിന് ഹല്ലേലൂയ ദൈവം ശാന്തത കൊടുത്തു. ആ ദേശത്ത് ദൈവം സമാധാനം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദേശത്തിന് വേണ്ടി ഹബക്കൂക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് അയ്യം വിളിച്ച് കരഞ്ഞപ്പോൾ ഹല്ലേലൂയ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. എങ്കിലും യഹോവയിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ പോലെ ആക്കും, ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കും. സ്തോത്രം. പ്രിയ ദൈവങ്ങളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ഹല്ലേലൂയ ഒരു ദൈവം. ഹല്ലേലൂയ. ആ നിലവിളിച്ച ഭക്തന് വേണ്ടി ആ ദേശത്തെ ഹല്ലേലൂയ സ്തോത്രം ആ സാഹസവും പീഡനവും ഹല്ലേലൂയ സ്തോത്രം കലഹവും ഹല്ലേലൂയ ബഹളവും എല്ലാം നടക്കുമ്പോൾ ഒരു ഭക്തൻ അയ്യം വിളിച്ച് നിലവിളിച്ചു. ഹല്ലേലൂയ. അയ്യം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം ആ ദേശത്തിന് ഹല്ലേലൂയ ശാന്തത വരുത്തുവാനായിട്ടിടയായി. ആ സ്തോത്രം. ഹല്ലേലൂയ. ഹബക്കൂക്കിനെ പോലെ നമുക്ക് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹബക്കൂക്കിനെ പോലെ നമ്മുടെ ഹല്ലേലൂയ നശിച്ചുപോകുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മളെ തന്നെ ഹല്ലേലൂയ സമർപ്പിക്കാം. ദൈവം ഹല്ലേലൂയ സ്തോത്രം നോക്കുമ്പോൾ ഞാൻ ഒരു മനുഷ്യനെ പോലും കണ്ടില്ല നമ്മൾ വചനത്തിൽ വായിക്കുന്നു. സ്തോത്രം. എനിക്ക് ദേശത്തിന് വേണ്ടി മധ്യസ്ഥയണപ്പാൻ ഞാൻ ഹല്ലേലൂയ നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ പോലും ദൈവം കണ്ടില്ല. എന്നാൽ പ്രിയ ദൈവങ്ങളെ, ഇന്ന് പോൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ദൈവം നമ്മളോട് പറയുകയാണ്. സ്തോത്രം. ഈ ദുരവസ്ഥക്കെതിരായി നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? ഈ ദുരവസ്ഥക്കെതിരായി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമോ? ഹല്ലേലൂയ. നമ്മൾ പുറപ്പാട് 32:1 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. മോശ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കൽപ്പന പ്രാപിപ്പാനായിട്ട് ഹല്ലേലൂയ മോശ ഹല്ലേലൂയ സ്തോത്രം പർവ്വതത്തിലേക്ക് കയറിപ്പോയി. എന്നാൽ മോശയെ കാണാതെ ഹല്ലേലൂയ ജനം കൂടിയിരിക്കുമ്പോൾ സ്തോത്രം അവർ അഹരോനോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ഉണ്ടാക്കണം. അങ്ങനെ അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇവരെ ഹല്ലേലൂയ സ്തോത്രം കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് ആർത്ത ഹല്ലേലൂയ സ്തോത്രം ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്താണ് അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ മോശ ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ എന്താണ് കണ്ടത്? ജനം ഹല്ലേലൂയ സ്തോത്രം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റ് നമ്മൾ അവിടെ വായിക്കുന്ന. സ്തോത്രം. ജനം ഹല്ലേലൂയ സ്തോത്രം ഏകദൈവമായ ഹല്ലേലൂയ പിതാവാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ടിരുന്ന ദൈവം ഹല്ലേലൂയ ദൈവം ആ ജനം ഹല്ലേലൂയ മോശ ഹല്ലേലൂയ തന്നെ തിരുസന്നിധിയിൽ മോശയെ കാണാതിരുന്നപ്പോൾ മോശയ്ക്ക് എന്ത് പറ്റി? മോശ മരിച്ചോ? മോശ എവിടെ പോയി? ഒന്നും അറിയാത്ത ജനം ഹല്ലേലൂയ അവർക്കൊരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ നിന്ന് തുള്ളിച്ചാടി ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. സ്തോത്രം.
എന്നാൽ ഹല്ലേലൂയ നമുക്കറിയാം സ്തോത്രം ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ച് സ്തോത്രം ചെങ്കടലിൽ കൂടെ ദൈവം ഈ ജനത്തെ നടത്തിയതാണ്. മരുഭൂമിയിൽ വെള്ളമില്ലാതിരുന്നപ്പോൾ അവർക്ക് ഹല്ലേലൂയ വെള്ളം കൊടുത്താണ്, നീരുറവുകളെ കൊടുത്താണ്. ഹല്ലേലൂയ അവര് ഹല്ലേലൂയ സ്തോത്രം തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവരാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതം കണ്ടവരാണ്. ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് മന്ന ദൈവം അവർക്ക് കൊടുത്തതാണ്. സ്വർഗത്തിൽ നിന്നുള്ള മന്നയും ഹല്ലേലൂയ കാടപ്പക്ഷി അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞ് അവർ കലഹിച്ചപ്പോൾ അവർക്ക് ഹല്ലേലൂയ കാടപ്പക്ഷിയെ ദൈവം കൊടുത്തതാണ്. അവർ എല്ലാ അത്ഭുതങ്ങളും കണ്ടതാണ്. എന്നാൽ ഹല്ലേലൂയ മോശ മുന്നിൽ നിന്ന് മോശയെ കാണാതെ പോയപ്പോൾ, മോശ എവിടാണെന്നറിയാതെ വന്നപ്പോൾ അവർ കാളക്കുട്ടിയെ ഹല്ലേലൂയ ഉണ്ടാക്കി നിലവിളിപ്പാനായിട്ടിടയായി. അപ്പോൾ ഹല്ലേലൂയ പുറപ്പാട് 32:9 ഹല്ലേലൂയ സ്തോത്രം വായിക്കാണ്ട് ഹല്ലേലൂയ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദയിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, എന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ സ്തോത്രം. ഈ ജനം ഇത് കണ്ടുകൊണ്ടിരുന്നു. ജനം ഇങ്ങനെ ആയിത്തീർന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് ഒരു ഭക്ഷിപ്പാൻ ഹല്ലേലൂയ സ്വർഗത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം മന്ന പൊഴിപ്പിച്ചു കൊടുത്ത ദൈവം, ഹല്ലേലൂയ കാടപ്പക്ഷിയെ കൊടുത്ത ദൈവം, മരുഭൂമിയിൽ കൂടെ നടത്തിയ ഒരു ദൈവം, ഹല്ലേലൂയ ചെങ്കടലിൽ രണ്ടായി ഭാഗിച്ച ദൈവം, അനേക അത്ഭുതം കണ്ട ഈ ജനം ഹല്ലേലൂയ തന്നെ തങ്ങളെ വഴി നടത്തിയ മോശ ഹല്ലേലൂയ എങ്ങോട്ട് പോയെന്നറിയാതെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ അവിടെ പറയുകയാണ് സ്തോത്രം, ഞാൻ ഈ ജനത്തെ നോക്കി ഒരു ദുഷ്ടാഢ്യമുള്ള ജനമെന്ന് ഞാൻ കണ്ടു. സ്തോത്രം ഹല്ലേലൂയ ഈ ജനം ദുഷ്ടാഢ്യമുള്ള ജനം. സ്തോത്രം എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന്റെ കോപം ആ ജനത്തിന്റെ മേൽ ജ്വലിക്കുകയാണ്. ആ കോപം ഹല്ലേലൂയ ആ ജനത്തിന്റെ മേൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വർഷിക്കുവാൻ ആ ജനത്തിനെതിരായി ദൈവം എഴുന്നേൽക്കുവാൻ പോയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ 32:32 വായിക്കുന്നു സ്തോത്രം, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മോശ ഹല്ലേലൂയ ദൈവത്തിനും ഈ ജനത്തിനും ഇടയ്ക്ക് ഇടിവിൽ നിൽക്കാനായിട്ടിടയായി. സ്തോത്രം മോശ ഹല്ലേലൂയ ഇടിവിൽ നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവം ഈ ജനത്തെ മുഴുവനായി നശിപ്പിക്കുമായിരുന്നു. സ്തോത്രം കാരണം അവർ ചെയ്തത് വലിയ പാപമാണ്. ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് ദൈവം കൽപ്പന കൊടുത്ത ദൈവത്തെ മാറ്റിവെച്ച് സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ അവർ നമസ്കരിച്ചപ്പോൾ, അതിനെ ആരാധിച്ചപ്പോൾ, അത് കണ്ടപ്പോൾ ഹല്ലേലൂയ വിഗ്രഹാരാധന വെറുക്കുന്ന നമ്മുടെ കർത്താവ് വിഗ്രഹാരാധന വെറുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ആ വിഗ്രഹത്തെ അവർ ആരാധിക്കുന്ന കണ്ടപ്പോൾ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദുഷ്ടാഢ്യമുള്ള ജനമാകുന്നു. സ്തോത്രം അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഹല്ലേലൂയ നമ്മളെ കാണുന്നു പ്രിയ ദൈവമക്കളെ. ദൈവം ആ ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ മോശ ഹല്ലേലൂയ എങ്കിലും അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മോശ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം മോശ ദൈവത്തിന്റെ ദാസനാണ്. മോശയുടെ പ്രാർത്ഥന ദൈവത്തിന് കേട്ടേ മതിയാവൂ. മോശയെ ദൈവം തെരഞ്ഞെടുത്തതാണ്. മോശ ദൈവത്തിനെതിരായി ഇതുവരെ പാപം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ ആ പാപം ചെയ്യാത്ത മനുഷ്യൻ ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നത് കൊണ്ട് ആ ജനത്തെ ദൈവം അവിടെ നിന്ന് വിടുവിപ്പാനായിട്ടിടയായി. സ്തോത്രം വീണ്ടും വരുമ്പോൾ സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുന്നു. സ്തോത്രം 21:4 ഹല്ലേലൂയ വായിച്ചാണ്. സ്തോത്രം 21 സംഖ്യാപുസ്തകം 21 അധ്യായത്തിന്റെ 4 വാക്യം തൊട്ട് പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. പിന്നെ അവർ ഹോർ പർവ്വതത്തെ ചുറ്റി ചെങ്കടൽ വഴിയായി ഒരു യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഹല്ലേലൂയ അവർക്ക് ഒത്തിരി ചുറ്റി നടക്കേണ്ടതായിട്ട് വന്നപ്പോൾ അവരുടെ മനസ്സെല്ലാം ക്ഷീണിച്ചു. ഹല്ലേലൂയ ദൈവത്തിനും മോശയ്ക്കും എതിരായി വീണ്ടും ജനം സംസാരിക്കുകയാണ്. സ്തോത്രം അവരെപ്പോഴും അവർ ചെറിയ കാര്യത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം മോശയ്ക്കെതിരായി സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ മോശയ്ക്കും ദൈവത്തിനും എതിരായി വീണ്ടും ഈ ജനം ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കുകയാണ്. വായിച്ചാട്ടെ. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് മിസ്രൈം ദേശത്ത് നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല.
വെറുപ്പാകുന്നു. സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. സ്തോത്രം. അവര് ഹാലലിയ മന്ന ഒരു വലിയ ഹാലലിയ ആഗ്രഹത്തോടെ അവർ കഴിച്ചതാണ്. സ്തോത്രം. മന്ന എന്ന് പറയുന്നത് സ്തോത്രം തേൻ കൂട്ടി കഴിക്കുന്ന ദോശയ്ക്ക് തുല്യമാണ്. അങ്ങനെയുള്ള ഹാലലി വിശിഷ്ടമായ ആഹാരം അവർ കഴിച്ചു. ഹാലലിയ അവർ ഹാലലിയ ആർത്തിയോടെ കഴിച്ചു. ഹാലലിയ. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ സാരമില്ലാത്ത ആഹാരം. വായിച്ചാട്ട് ദൈവത്തിന് വീണ്ടും കോപം ചലിച്ചു. ഹാലലിയ. ദൈവം ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം ആ അഗ്നിസർപ്പത്തെ അയക്കുവാനായിട്ടിടയായി. അഗ്നിസർപ്പം ഹാലലിയ അനേകരെ കുത്തി. ഹാലലിയ കുത്തിയവരെല്ലാം മരിച്ചു വീഴുവാനായിട്ടിടയായി. സ്തോത്രം. അപ്പോൾ ഹാലലിയ മരിക്കാത്ത ബാക്കിയുള്ള ജനം എല്ലാം ഓടി വന്ന് മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. ഹാലലിയ. അങ്ങനെ മോശ വീണ്ടും ഹാലലിയ സ്തോത്രം ഈ ജനത്തിനു വേണ്ടി വീണ്ടും വിടുവിൽ നിന്ന് ഹാലലിയ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹാലലിയ എന്താണ് സംഭവിച്ചത്? ഹാലലിയ ആ സ്തോത്രം അഗ്നിസർപ്പത്തിന് സ്തോത്രം ദൈവം പറഞ്ഞു, നിങ്ങൾ ഹാലലിയ ഒരു താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഉയർത്തുവാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഹാലലിയ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തിന്റെ പടം ഉണ്ടാക്കി. ഈ കടിച്ച സർപ്പത്തിന് പകരമായി ഹാലലിയ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി. മോശയോട് ദൈവം പറഞ്ഞതുപോലെ ആ സർപ്പത്തെ അവിടെ ഉയർത്തി കാണിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഹാലലിയ കടി കൊണ്ടവരൊക്കെ ഹാലലിയ സ്തോത്രം സർപ്പത്തെ നോക്കിയപ്പോൾ അവർ വീണ്ടും ജീവിക്കുവാനായിട്ടിടയായി. പ്രിയ ദൈവമക്കളെ ഹാലലിയ വീണ്ടും മോശ ഹാലലിയ ആ ജനത്തിനും ദൈവത്തിനും തമ്മിൽ ഹാലലിയ ഇടിവിൽ നിന്ന് ഹാലലിയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ട ഹാലലിയ സ്തോത്രം അവർക്ക് എതിരായി ഹാലലിയ സ്തോത്രം താമ്രസർപ്പത്തെ ഉണ്ടാക്കി അവിടെ ഉയർത്തുവാൻ പറഞ്ഞു. താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഹാലലിയ മോശ ഉയർത്തി. കടികൊണ്ടവരെല്ലാം സർപ്പത്തെ നോക്കി എല്ലാവരും ജീവിപ്പാനായിട്ടിടയായി. സ്തോത്രം. അങ്ങനെ ഹാലലിയ സ്തോത്രം ഹാലലിയ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിൽ മോശ മരുഭൂമിയിൽ താമ്രം കൊണ്ട് സർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മനുഷ്യപുത്രൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു. മോശ ഹാലലിയ മരുഭൂമിയിൽ ആ മരിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി ആ സർപ്പത്തിന്റെ കടികൊണ്ടവർ ഹാലലിയ മരിച്ചു വീഴുകയാണ്. എന്നാൽ ഹാലലിയ അവർ മരിക്കുന്നതിന് മുമ്പ് ആ സർപ്പത്തെ നോക്കിയോ അവരെല്ലാം ജീവിക്കുവാനായിട്ടിടയായി. അതുപോലെ പ്രിയ ദൈവമക്കളെ നമ്മൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ നമ്മളും ജീവിക്കുവാനായിട്ടിടയാകും. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഹാലലിയ നമ്മൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ യേശുവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം. ഹാലലിയ നമ്മുടെ മുഖം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവാനായിട്ടിടയാകരുത്. നമ്മുടെ മുഖം സമ്പത്തിനെ നോക്കി ഹാലലിയ നമ്മുടെ മുഖം തിരിയുവാനായിട്ടിടയാകരുത്. നമ്മുടെ ഹാലിൽ പ്രതാപത്തെ നോക്കി നമ്മൾ തിരിയുവാനായിട്ടിടയാകരുത്. നമ്മുടെ തലമുറയെ നോക്കി നമ്മുടെ ഹാലലിയ സ്തോത്രം മനസ്സ് തിരിയുവാനായിട്ടിടയാകരുത്. ഈ ലോകത്തിൽ കാണുന്ന ഒന്നിന്റെ പുറകിൽ നമ്മുടെ മനസ്സ് തിരിയുവാനായിട്ടിടയാകരുത്. നമ്മൾ യേശുവിൽ മാത്രം നോക്കിയാണെങ്കിൽ നമ്മൾ ജീവിക്കുവാനായിട്ടിടയാകും. ഹാലലിയ നമ്മുടെ പ്രാണപ്രിയൻ ഹാലലിയ വരാൻ സമയമായി. ലോക സംഭവങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാലലിയ സ്തോത്രം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാണപ്രിയനെ അല്ലാതെ മറ്റൊരു മുഖത്തേക്ക് നമ്മൾ നോക്കുവാനായിട്ടിടയാകരുത്. എന്നാൽ ഹാലലിയ സ്തോത്രം നമ്മുടെ കർത്താവിന്റെ വരവിൽ നല്ല ദാസനെ നല്ല ദാസി എന്നുള്ള വിളി കേൾപ്പാൻ കർത്താവ് നമ്മളെ ഹാലലിയ യോഗ്യരാക്കി തീരും. നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ വിളക്കിൽ എണ്ണയും ഹായി നമ്മൾ കാത്തിരിക്കുക. ഹാലലിയ ആ നല്ല കന്യകമാരെ പോലെ ഹാലലിയ നമ്മുടെ വിളക്കിൽ ഹാലലിയ നമ്മളെ എണ്ണ തീർന്നു പോകാനായിട്ടിടയാകരുത്. നമ്മുടെ അഭിഷേകം ഒരിക്കലും കുറഞ്ഞു പോകാനായിട്ടിടയാകരുത്. നമ്മൾ ഹാലലിയ നമ്മുടെ അഭിഷേകത്തോടുകൂടെ നമ്മുടെ പ്രാണപ്രിയന്റെ മുഖത്ത് നോക്കിയാൽ നമ്മൾ ജീവിക്കുവാനായിട്ടിടയാകും. സ്തോത്രം. യേശുവിന്റെ മുമ്പിൽ ഹാലലിയ സകല മനുഷ്യരുടെയും മുട്ടുമടങ്ങുന്ന ഒരു സമയമുണ്ട്. ഹാലലിയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ ഹാലലിയ നമ്മുടെ മുഖം യേശുവിന്റെ മുഖത്ത് മാത്രം നോക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ